പശ്ചിമേഷ്യയെയും ലോകത്തെയും മുൾമുനയിൽ നിർത്തിയ സൈനിക നടപടി അതാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ ആരംഭിച്ചത്. എന്തായിരുന്നു അത്തരമൊരു നടപടിക്ക് പിന്നിലെ പ്രധാന കാരണം? അത് ഇറാന്റെ യുറേനിയം ശേഖരമാണ്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാനുള്ള ഒരു അമേരിക്കൻ പദ്ധതിയായിരുന്നു യുദ്ധമെന്നാണ് പ്രധാന വിലയിരുത്തൽ. എന്നാൽ ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം മറ്റൊന്നാണ്. അമേരിക്കൻ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം ഇറാന്റെ യുറേനിയം എവിടെ പോയി? ഉപഗ്രഹങ്ങൾക്കും രാജ്യാന്തര ഏജൻസികൾക്കും അമേരിക്കയ്ക്കും പിടികിട്ടാത്ത ഒരു ഉത്തരമായി അതിപ്പോൾ നിലനിൽക്കുകയാണ്. എവിടെ പോയി ആ 11 ടൺ യുറേനിയം? എന്താണ് ഇറാന്റെ ആണവ പദ്ധതികളുടെ ഭാവി? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. യുറേനിയം 2 തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദാർത്ഥമാണ്. ആ 2 ഉപയോഗത്തിനും 2 സ്വഭാവമാണ് എന്ന് മാത്രം. കുറഞ്ഞ അളവിൽ ശുദ്ധീകരിച്ചാൽ അത് നഗരങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ആണവ നിലയങ്ങളിൽ ഇന്ധനമാക്കാം. എന്നാൽ ശുദ്ധീകരണ പ്രക്രിയ 90% മുകളിലെത്തിയാലോ അതൊരു വിനാശകാരിയായ ആയുധമായി മാറുന്നു എന്നതാണ് പ്രധാന കാര്യം. സാധാരണ യുറേനിയത്തിന്റെ 20% ശുദ്ധീകരിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയവും അധ്വാനവും വേണ്ടിവരുന്നത്. ഒരിക്കൽ 20% എത്തിയാൽ അവിടെ നിന്ന് ആയുധമുണ്ടാക്കാൻ വേണ്ട 90% എത്തുക എന്നത് വളരെ എളുപ്പവുമാണ്. അതായത് ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായ ദൂരത്തിന്റെ 80% ഇറാൻ പിന്നിട്ടു കഴിഞ്ഞു എന്നാണ് ഇവിടെ മനസ്സിലാകുന്ന കാര്യം. 2006 ഇറാൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ യുറേനിയം ശുദ്ധീകരണം ആരംഭിച്ചപ്പോൾ തന്നെ ലോകം അത് ചർച്ചയാക്കിയിരുന്നു. 2010 അവർ 20% ശുദ്ധീകരണത്തിലേക്ക് കടന്നതോടെ ബറാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഇറാനുമായി ഒരു ചരിത്ര കരാറിൽ അമേരിക്ക ഏർപ്പെട്ടു. ശുദ്ധീകരണം 3.67% പരിമിതപ്പെടുത്തണം എന്നതായിരുന്നു കരാറിലെ പ്രധാന വ്യവസ്ഥ. ഇറാന്റെ പക്കലുണ്ടായിരുന്ന 12.5 ടൺ യുറേനിയം രാജ്യം വിട്ട് കടത്തണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ 2018 ട്രംപ് കരാറിൽ നിന്ന് പിന്മാറുമ്പോൾ ഇറാന്റെ പക്കൽ ഒരു ബോംബ് നിർമ്മിക്കാൻ പോലും ആവശ്യമായ യുറേനിയം ഉണ്ടായിരുന്നില്ല. എന്നാൽ ട്രംപ് ഉപരോധങ്ങൾ പുനഃസ്ഥാപിച്ചതോടെ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ അതിവേഗം പുനരാരംഭിച്ചു. 2021 അവർ വീണ്ടും 20% ശുദ്ധീകരണത്തിലേക്ക് തിരിച്ചെത്തി. ജോ ബൈഡന്റെ ഭരണകാലത്ത് കരാർ പുതുക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ അവയൊക്കെ പരാജയപ്പെട്ടു. 2025 ട്രംപ് വീണ്ടും അധികാരത്തിൽ എത്തിയതോടെ ഇറാൻ ശുദ്ധീകരണ പ്രക്രിയ 60% വരെ ഉയർത്തി. ഇത് ആയുധമുണ്ടാക്കാൻ ആവശ്യമായ നിലവാരത്തിന് അടുത്ത് എത്തിക്കുകയും ചെയ്തു. തുടർന്നുണ്ടായ 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ നദാൻസ്, ഫോർഡോ, ഇസ്ഫഹാനിലെ ഭൂഗർഭ തുരങ്കങ്ങൾ എന്നിവയ്ക്ക് നേരെ US ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതിനു മറുപടിയായി രാജ്യാന്തര ആണവോർജ ഏജൻസിയുമായുള്ള എല്ലാ സഹകരണവും ഇറാൻ അവസാനിപ്പിച്ചു. അതോടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കാനുള്ള ലോകത്തിന്റെ ഏക വഴിയും കൊട്ടിയടയ്ക്കപ്പെട്ടു. US ആക്രമണത്തിന് ശേഷം ഇറാന്റെ പക്കലുണ്ടായിരുന്ന 11 ടൺ യുറേനിയത്തിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ചില സാധ്യതകൾ നിരീക്ഷകർ സൂചിപ്പിക്കുന്നുണ്ട്. മിസൈൽ ആക്രമണത്തിൽ യുറേനിയം സൂക്ഷിച്ച ടണലുകൾ തകരുകയും അവ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. റേഡിയോ ആക്റ്റീവ് പദാർത്ഥമായതിനാൽ ഇത് വീണ്ടെടുക്കുക എന്നത് ഇറാനെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമാണ് എന്നതാണ് ആദ്യത്തെ നിരീക്ഷണം. മറ്റൊന്ന്, ആക്രമണത്തിന് തൊട്ടു മുൻപോ അതിനിടയിലോ ഇറാൻ ഈ ശേഖരം മറ്റ് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിക്കാണുമെന്നതാണ്. ഇസ്ഫഹാനിലെ മലനിരകൾക്കുള്ളിൽ ഇറാൻ അതീവ രഹസ്യമായ മറ്റൊരു ശുദ്ധീകരണ കേന്ദ്രമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. ഉപഗ്രഹങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം ആഴത്തിലുള്ള ഈ തുരങ്കങ്ങളിൽ അവർ യുറേനിയം ഒളിപ്പിച്ചിട്ടുണ്ടാകാം എന്നൊരു നിരീക്ഷണവും ഇവിടെ വരുന്നുണ്ട്. ഇറാൻ യുറേനിയം തിരികെ കൈക്കലാക്കിയാലും ഒരു ആണവ യുദ്ധമുന നിർമ്മിക്കാൻ മാസങ്ങളോ ഒരു വർഷമോ എടുത്തേക്കാം. എന്നാൽ രാജ്യാന്തര മേൽനോട്ടമില്ലാത്ത അവസ്ഥയിൽ അവർ രഹസ്യമായി 90% ശുദ്ധീകരണം പൂർത്തിയാക്കിയാൽ അത് ലോകത്തിന് തടയാനാകില്ല എന്നതാണ് ഇവിടെ പ്രധാന പ്രശ്നം. നിലവിൽ ആ ശേഖരം നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൽ വിശ്വാസം അർപ്പിക്കാനും സാധ്യമല്ല. മാത്രമല്ല, ഇറാന്റെ പക്കൽ ഇപ്പോഴും ആയുധ നിർമ്മാണത്തിനുള്ള വൈദഗ്ധ്യം ശേഷിക്കുന്നുണ്ട് എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതും വിസ്മരിക്കാനാകില്ല. അതിനിടെ ഇറാന്റെ ആണവ പദ്ധതിയെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷം കുറയ്ക്കുന്നതിനായി സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് മാറ്റാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാണെന്ന് അറിയിച്ചതും വാർത്തയായിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം അമേരിക്കൻ ഭാഗം നിരസിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഈ നിലപാട് ഒരു സാധാരണ ഇടപെടലല്ല. ഇറാനിൽ നിന്നുള്ള സമ്പുഷ്ടമായ യുറേനിയം ഏറ്റെടുത്ത് അത് സിവിലിയൻ ആണവ റിയാക്ടറുകൾക്കുള്ള ഇന്ധനമാക്കി മാറ്റാമെന്ന നിർദ്ദേശം സംഘർഷം കുറയ്ക്കുന്നതിനൊപ്പം ഒരു വിശ്വാസ്യതയുള്ള മധ്യസ്ഥൻ എന്ന നിലയിൽ റഷ്യ ഉയർത്തുന്നുമുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ റോസാറ്റം പോലുള്ള റഷ്യൻ ആണവ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളും ഉണ്ടെന്നത് വാസ്തവമാണ്. മാത്രമല്ല, ഇറാന്റെ ആണവശേഖരം നിയന്ത്രിച്ചാൽ റഷ്യയ്ക്ക് മിഡിൽ ഈസ്റ്റിലേക്കും ആണവ നയതന്ത്രത്തിലും സ്വാധീനം ശക്തമാക്കാമെന്നതും ഇവിടെ പ്രധാനമാണ്.
അതിനൊപ്പം തന്നെ ഇറാൻ റഷ്യ ബന്ധം ഈ ഘട്ടത്തിൽ കൂടുതൽ ശക്തമാകുന്നതും ഇവിടെ ശ്രദ്ധേയമാകുന്നുണ്ട്. എന്തായാലും ഇറാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഏകദേശം 22,000 പൗണ്ട് ഭാരം വരുന്ന യുറേനിയത്തിന്റെ ആ വമ്പൻ ശേഖരം ഇന്ന് എവിടെയാണ് എന്നത് ലോകശക്തികൾ ഒന്നിച്ചു തിരയുന്ന ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി നിൽക്കുകയാണ്.